മഹാനായ CH ഹൈദ്രൂസ് മുസ്ലിയാരെ സിയാറത്ത് ചെയ്യാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിനടുത്ത പുതുപ്പറമ്പ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് CH ഹൈദ്രൂസ് മുസ്ലിയാർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഞാൻ യാത്ര ആരംഭിച്ചു. മഞ്ചേരിയിൽ നിന്നും 29 കിലോമീറ്ററാണ് പുതുപ്പറമ്പിലേക്കുള്ളത്. പ്രശസ്ത പണ്ഡിതനും മുദരിസും സമസ്ത EK വിഭാഗം നേതാവുമായിരുന്നു CH ഹൈദ്രൂസ് മുസ്ലിയാർ. കൂട്ടുകാരൻ ചുങ്കം അബ്ദുള്ള അഹ്സനിയാണ് ഈ മക്കാമിലേക്കുള്ള വഴി എനിക്ക് കാണിച്ചു തന്നത്. ഞാൻ പുതുപ്പറമ്പിലെത്തി. ഇതാണ് പുതുപ്പറമ്പ് ജുമാ മസ്ജിദ്. ഈ അടുത്ത് പുതുക്കിപ്പണിതതാണെന്ന് തോന്നുന്നു. അതിമനോഹരമാം വിധം തൂവെള്ള നിറത്തിൽ ശോഭയോടെ അതങ്ങനെ തല ഉയർത്തി നിൽക്കുന്നു. പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിനടുത്ത് തന്നെയാണ് CH ഹൈദ്രൂസ് മുസ്ലിയാരുടെ ഖബറുള്ളത്. സമീപത്ത് മഹാനവരുകളെക്കുറിച്ചുള്ള ലഘു വിവരണങ്ങൾ അടങ്ങിയ ഫ്ലക്സ് കാണാം. ഹിജ്റ വർഷം 1349 റജബ് 19 അഥവാ 1930 ഡിസംബർ 30 ചീരങ്ങൽ മുഹമ്മദ് മുസ്ലിയാർ, ഫാത്തിമ ഹജ്ജുമ എന്നീ ദമ്പതികളുടെ മകനായി കോട്ടക്കൽ പുതുപ്പറമ്പിൽ ജനിച്ചു. പുതുപ്പറമ്പ്, ക്ലാരി, ചേറൂർ എന്നിവിടങ്ങളിലാണ് ദർസ് പഠനം. തുടർന്ന് 1955 വെല്ലൂർ ബാക്കിയാത്തിൽ നിന്ന് ബാക്കവി ബിരുദം കരസ്ഥമാക്കി. പിതാവ് മുഹമ്മദ് മുസ്ലിയാർ, പൂവാടൻ മൊയ്തീൻ മുസ്ലിയാർ, ഷെയ്ഖ് ആദം ഹസ്രത്ത്, ഷെയ്ഖ് ഹസൻ ഹസ്രത്ത്, ഷെയ്ഖ് അബൂബക്കർ ഹസ്രത്ത് എന്നിവരാണ് ഉസ്താദുമാർ. അബുൽ ഹക്ക് മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ, ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ എന്നിവരാണ് ആത്മീയ മാർഗദർശികൾ. KK അബൂബക്കർ ഹസ്രത്ത്, KK അബ്ദുള്ള മുസ്ലിയാർ, ആനക്കര C കോയക്കുട്ടി മുസ്ലിയാർ, TKM ബാവ മുസ്ലിയാർ, MM ബഷീർ മുസ്ലിയാർ, PK അബ്ദുള്ള മുസ്ലിയാർ എന്നിവർ സഹപാഠികളാണ്. ഊരകം, എടക്കുളം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സേവനം ചെയ്തത്. മർഹൂം പൊന്മള ഫരീദ് മുസ്ലിയാർ, മർഹൂം PP മുഹമ്മദ് ഫൈസി, പുതുപ്പറമ്പ് അഹമ്മദ് ഹാജി, ഡോക്ടർ ബഹാഉദ്ദീൻ മുഹമ്മദ് നദ്വി തുടങ്ങിയവർ ശിഷ്യന്മാരിൽ പ്രമുഖരാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ EK വിഭാഗം വൈസ് പ്രസിഡന്റ്, സുന്നി യുവജന സംഘം EK വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പരീക്ഷാ ചെയർമാൻ, ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി പ്രസിഡന്റ്, കോട്ടുമല ഇസ്ലാമിക് കോംപ്ലക്സ് പ്രിൻസിപ്പൽ എന്നീ പദവികൾ നിർവഹിച്ചിട്ടുണ്ട്. ഹിജ്റ വർഷം 1414 ദുൽഖഅദ് 26 CH ഹൈദ്രൂസ് മുസ്ലിയാർ വഫാത്താകുന്നത്. CH ഉസ്താദിൻ്റെ പരലോക ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. ആമീൻ.